റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഔദ്യോഗിക വസതി ലക്ഷ്യമിട്ട് നടന്ന ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൻ്റെ തെളിവുകൾ പുറത്ത് വിടില്ല എന്ന് തന്നെയാണ് റഷ്യ പറയുന്നത്. ആക്രമണത്തിനായി എത്തിയ എല്ലാ ഡ്രോണുകളും തകർത്തെന്നും ഇത്തരം അന്വേഷണങ്ങൾ സാധാരണയായി സൈന്യം കൈകാര്യം ചെയ്യാറുണ്ടെന്നും റഷ്യൻ അധികൃതർ പറയുന്നു. ഇത്രയും വലിയൊരു ഡ്രോൺ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികച്ച ഏകോപനത്തിലൂടെ തകർത്തതിൻ്റെ പ്രത്യേകം തെളിവുകൾ ഇനി നൽകേണ്ടതില്ലെന്ന് കരുതുന്നു എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത്. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചയിൽ റഷ്യ നിലപാട് കടുപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വടക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ നോവ്ഗോറോഡ് മേഖലയിലുള്ള പുടിൻ്റെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി ഉക്രൈൻ 91 ദീർഘദൂര ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവാണ് ആരോപണം ഉന്നയിച്ചത്. സംഭവ സമയത്ത് പുടിൻ എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയുമില്ല. എന്നാൽ ഇത്തരമൊരു ആക്രമണം നടത്തിയ സ്ഥിതിക്ക് സമാധാന ചർച്ചകളിൽ റഷ്യയുടെ നിലപാട് പുനഃപരിശോധിക്കുമെന്നും ലാവ്റോവ് പറയുന്നു. ഫ്ലോറിഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ച കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ ആരോപണം ഉയരുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ ഇനി റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. റഷ്യയാണെങ്കിൽ അനുദിനം ആയുധങ്ങളുടെ ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആയുധ മത്സരം രൂക്ഷമാകുമ്പോൾ ഒരുപടി മുന്നിൽ നിൽക്കാനാണ് റഷ്യ എപ്പോഴും ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റഷ്യ നിരവധി പുത്തൻ ആയുധങ്ങൾ അനാവരണം ചെയ്തിരുന്നു. അതിലൊന്നാണ് ഒറഷ്നിക് എന്ന റഷ്യയുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ. ആണവ വാർഹെഡുകൾ അടങ്ങുന്ന ഈ മിസൈൽ ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധങ്ങളെ മറികടക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 ഉക്രൈനിലെ സൈനിക പ്ലാന്റിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിലൂടെ ഇതിൻ്റെ ആദ്യത്തെ യുദ്ധശേഷി റഷ്യ തെളിയിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന റഷ്യൻ ആയുധമാണ് ബ്യൂറവെസ്നിക് എന്ന ക്രൂയിസ് മിസൈൽ. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ മിസൈലുകൾക്ക് ഇന്ധന പരിധി ഉണ്ടെങ്കിൽ ഇതിനെ ലോകം മുഴുവൻ എത്ര നേരം വേണമെങ്കിലും പറന്ന് നടക്കാൻ സാധിക്കും. പരീക്ഷണ പറക്കലിൽ 15 മണിക്കൂറിലധികം വായുവിൽ തങ്ങി 14,000 കിലോമീറ്ററിലധികം ദൂരം ഇത് പിന്നിടുകയും ചെയ്തു. ബ്യൂറവെസ്നിക്കിന് ശേഷം റഷ്യ അവതരിപ്പിച്ച മറ്റൊരു മാരകായുധമാണ് പോസിഡോൺ എന്ന ആണവ സീ ഡ്രോൺ. കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറിയ അന്തർവാഹിനി പോലെയാണിത്. ഈ ഡ്രോണുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഖബറോവ്സ്ക് എന്ന പ്രത്യേകം അന്തർവാഹിനിയും റഷ്യ തയ്യാറാക്കിയിട്ടുണ്ട്. റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിരോധ സംവിധാനമായ S-500 തയ്യാറാക്കി കഴിഞ്ഞു. അതിവേഗത്തിൽ വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെയും ബഹിരാകാശത്തിന് തൊട്ടു താഴെ പറക്കുന്ന ശത്രു ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. നിലവിലുള്ള S-300, S-400 സിസ്റ്റങ്ങളെക്കാൾ കരുത്തനായ ഒരു സുരക്ഷാ കവചമാണിത്. ഈ ആയുധങ്ങൾ കാര്യമായി റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ളൊരു യുദ്ധമാണ് അവിടെ അരങ്ങേറുന്നത്. എന്നാൽ ഏത് നിമിഷവും അത് മാറി മറിഞ്ഞേക്കാം. റഷ്യൻ പ്രസിഡന്റിന് നേരെ ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് ഇനി സമാധാനത്തിൻ്റെ വഴി ആയിരിക്കില്ല റഷ്യ തിരഞ്ഞെടുക്കുന്നത്.